ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഇംഗ്ലീഷ് ഒരു പക്ക സ്ട്രാറ്റജിയുടെ കുറവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കിനി ഇപ്പോൾ SBI PO എക്സാം വരെയാണ്, അതുപോലെ തന്നെ ഒരുപാട് ബാങ്ക് എക്സാമുകൾ വരാൻ പോകുന്നത്, നമ്മുടെ ബാങ്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കീ സ്ട്രാറ്റജി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നതെന്ന്. 1 by 1 ഞാൻ നോക്കുകയാണെങ്കിൽ all these things, ഇത് ഈ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബുലറി ബിൽഡിംഗ് എന്ത് ചെയ്യുക, റീഡ് ന്യൂസ് പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വൊക്കാബുലറി പ്രശ്നം കുറെ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. റീഡ് ന്യൂസ് പേപ്പർ. ദെൻ റീഡിംഗ് ഹാബിറ്റ്, നല്ല ബുക്സ് വായിക്കുക, എഡിറ്റോറിയൽസ് മസ്റ്റ് ആയിട്ട് വായിക്കുക, ആൻഡ് അത് നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യും. ദെൻ ഗ്രാമർ ഫണ്ടമെന്റ്സ്, നമ്മുടെ ഗ്രാമർ റൂൾസ്, നമ്മൾ 30 ക്ലാസ് കൊണ്ട് എടുത്ത് തീർന്ന ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് പഠിക്കുക. എറർ ഡിറ്റക്ഷൻ ടെക്നിക്, ക്ലോസ് സ്ട്രാറ്റജി ടെക്നിക്, റീഡിംഗ് കോംപ്രഹെൻഷൻ അപ്രോച്ച്, പാരാജംബിൾ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, വേർഡ് യൂസേജ് ആൻഡ് കോണ്ടെക്സ്റ്റ്. Then comes the next two important part, mock test analysis and daily practice plan. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് സക്സസ് കിട്ടും. പക്ഷെ ഞാൻ പറയാൻ വന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് ടോപ്പിക്സ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്ട്രോങ്ങസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് ടോപ്പിക്സ് എടുക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. സ്ട്രോങ് ആൻഡ് വീക്ക് എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക. സ്ട്രോങ് ഏതാണ്, വേർഡ് യൂസേജ്, വേർഡ് സ്വാപ്പ്, ഫില്ലർ. ദെൻ വീക്ക് ആയിട്ടുള്ളത് ഏതാണ്, RC, പാരാജംബിൾ. നിങ്ങൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു വീക്ക് ടൈം എടുക്കുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൺഡേ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള RC എന്ന ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം സ്ട്രോങ് ടോപ്പിക്സുകളെല്ലാം തന്നെ ഓരോന്ന് വീതം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ട്യൂസ്ഡേ ആവുമ്പോൾ പാരാജംബിൾ ആണോ പാട്, ട്യൂസ്ഡേ പാരാജംബിൾ നിന്ന് 5 ക്വസ്റ്റ്യൻ, സ്ട്രോങ് ടോപ്പിക്സുകൾ ഓരോന്ന് വീണ്ടും ചെയ്യാം. ദെൻ വെനസ്ഡേ ആവുമ്പോൾ എറർ ഡിറ്റക്ഷൻ ആണെങ്കിൽ എറർ ഡിറ്റക്ഷന്റെ 5 ക്വസ്റ്റ്യൻ, തേഴ്സ്ഡേ ക്ലോസ് ടെസ്റ്റിന്റെ 5 ക്വസ്റ്റ്യൻ, അടുത്ത ഫ്രൈഡേ ആകുമ്പോൾ സെന്റൻസ് റീഅറേഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ 5 ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ 5 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾ സ്ട്രോങ്ങർ ടോപ്പിക്സിന്റെ ഓരോ ചോദ്യങ്ങൾ വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയാണ്, ഓൺ എ ഡെയിലി ബേസിസ് ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ഒരു ടോപ്പിക്കിന് കൊടുക്കുക. ആ പാടുള്ള ടോപ്പിക്കിന്റെ 5 ക്വസ്റ്റ്യനും സ്ട്രോങ്ങർ ആയിട്ടുള്ള ടോപ്പിക്കിന്റെ ഓരോ ക്വസ്റ്റ്യനും വെച്ച് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം സാറ്റർഡേ എന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷണൽ എടുക്കുക, ഒരു സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക. ദെൻ അനലൈസ് ചെയ്യുക. ദെൻ സൺഡേ ഫുൾ ലെങ്ത് എടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വാണ്ടം റീസണിങ് ഇംഗ്ലീഷുള്ള ഒരു ഫുൾ ലെങ്ത് എടുക്കുക. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, അത് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അനലൈസ് ചെയ്യുക. സാറ്റർഡേ വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ എടുക്കുക, അതിന്റെ അനലൈസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദ ഐഡിയ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർ ക്രാക്കിംഗ് ഇംഗ്ലീഷ് ഇസ് വെരി സിമ്പിൾ. ആദ്യം നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയ, നിങ്ങളുടെ വീക്കർ ഏരിയ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്ട്രോങ്ങർ ടോപ്പിക്സ് 5 ചോദ്യങ്ങൾ വെച്ച് ഒരു ദിവസത്തേക്ക് ഓരോ ടോപ്പിക്കിനും കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ 5 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, സ്ട്രോങ്ങർ ഏരിയാസിന്റെ ഓരോ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം സാറ്റർഡേ എന്ത് ചെയ്യുക, സാറ്റർഡേ നിങ്ങൾ ഒരു സെക്ഷനിൽ എടുക്കുക, സൺഡേ ഒരു ഫുൾ ലെങ്ത് എടുക്കുക. സെക്ഷനിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ എടുത്താൽ അന്ന് അനലൈസ് ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ. അടുത്ത സൺഡേ എടുക്കുന്ന ഫുൾ ലെങ്ത്തിന്റെ അനലൈസ് ചെയ്തിട്ട് അന്നും കിടന്നുറങ്ങാവൂ. സോ ഇങ്ങനെ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണത്തെ ബാങ്ക് എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ റീഡിംഗ് ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക, എഡിറ്റോറിയൽസ് വായിക്കുക, ഗ്രാമർ റൂൾസ് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് അനാലിസിസ് ഞാൻ പറഞ്ഞ പോലെ സാറ്റർഡേ ആൻഡ് സൺഡേ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുക. ഡെയിലി ഞാൻ പറഞ്ഞതുപോലെ സ്ട്രോങ് ആൻഡ് വീക്ക് ടോപ്പിക്സ്, സ്ട്രോങ് ടോപ്പിക്സ് ഒരു തവണയും വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് 5 ക്വസ്റ്റ്യനും വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രിസ്ക്രിപ്ഷൻ പോലെ ഞാൻ എഴുതി തന്നേക്കുന്നതാണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് നല്ല സ്കോർ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ഓരോ ടോപ്പിക്കിന്റെ സ്ട്രാറ്റജി ഞാനിപ്പോൾ ഇവിടെ ടിക്ക് ചെയ്തേക്കുന്ന ഓരോ ടോപ്പിക് കണ്ടല്ലോ, ഇതിന്റെ ഓരോത്തിന്റെയും കീ സ്ട്രാറ്റജീസുമായിട്ട് വളരെ ചെറിയ ടൈമിനുള്ളിൽ തീർക്കുന്ന പോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സോ ടിൽ ദെൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.